ആദർശിന്റെ വരവും കാത്തിട്ടുള്ള ഇരിപ്പാട്ട് എല്ലാവരും ഇത് ഉമ്മർത്ത്. തേജു ആണെങ്കിൽ ഇത് ഒളിച്ച് നിൽക്കാണ് കേട്ടോ. അവൻ വന്നിട്ടില്ല എന്ന് പറയാൻ പറഞ്ഞിട്ട് കർട്ടന്റെ ബാക്കിൽ പോയിട്ട് തൂങ്ങിയിട്ട് കുറെ നേരമായിട്ട് നിൽക്കണു കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ പണ്ടേയുള്ള സ്വഭാവമാണ്, ആരെങ്കിലും വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മുന്നേ കൂട്ടി ഉമ്മർത്ത് കാത്തിരിക്കില്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് ഫ്രോക്ക് നൈറ്റ് എനിക്ക് നന്നായി ചേരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആരി കൊടുന്ന ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ മുതലാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം ഇത് ആദർശ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനും ആരി ഇത് ഇടും വല്ലതും നിന്ന് വീഡിയോ എടുക്കണോണ്ട് തന്നെ അവനെ ആകെ നാണം കുണിങ്ങിട്ടായിട്ട് വരുന്നുണ്ടായിരുന്നു. തേജു ആണെങ്കിൽ കുറച്ച് നേരമായിട്ട് ഈ കമ്പിയുമ്പോൾ തൂങ്ങി നിൽക്കണു. അവസാനം ഇത് ആദർശ് വന്ന് അകത്ത് കയറാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു തേജു വന്നിട്ടില്ലടാ, നീ കൊടുന്ന മിഠായും പലഹാരമൊക്കെ തിരിച്ചു കൊണ്ടൊക്കെ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ടതും തേജ് വേഗം കറക്റ്റം മാറ്റി പുറത്തേക്ക് വന്നുട്ടാ. പിന്നെ നമ്മൾ ആദർശിനെ കുടിക്കാൻ ഫസ്റ്റ് തന്നെ തണുത്ത ജ്യൂസ് ആര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തു. പിന്നെ നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികൾ പൊതുവെ ഇങ്ങനെ ആയിരിക്കും, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണോണ്ട് അവർക്കും അത് വേണം. അപ്പൊ തേജുവിനും ഇതേ വെള്ളം കൊടുത്തു. പിന്നെ പപ്പായ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആദർശ് കൊടുന്ന പലഹാരങ്ങളും മിഠായികളും എല്ലാം പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ട് തേജു ഞാനിതേ ഒരു പപ്പായുടെ കഷ്ണം എടുത്തിട്ട് ഞാനും കഴിച്ചു. പിന്നെ ആദർശിന് ഇതേ ആര്യ വാരി കൊടുക്കുന്നുണ്ട് ചോറ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.